എന്തടി ഇത്? ആ പുറത്തു വന്ന് ഇനി താ ഇറങ്ങി കൂടെ. നിനക്ക് എന്ത് കാര്യമാണ് ചോദിക്കാണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നേ? പടവലത്തെ ഷെറിന്റെ കാര്യം പറ. പടവലത്തെ ഷെറിന്റെ കാര്യം. പടവലത്തെ ഷെറിന് നിനക്കെന്തിന്? എന്റെ ഷെറിന്റെ കാര്യം പറ. നിന്റെ ഷെയർ ഇവിടെ ഞങ്ങൾക്ക് ഇതിലായിട്ട് ഷെയർ കിട്ടിയിട്ടില്ല. അപ്പോഴാണ് നിന്റെ ഷെയർ. കുറച്ച് ലോങ് ഡിസ്റ്റൻസ് ഇക്കാവടി, ഇനി കോങ്കണ്ട് വരും ചിലപ്പോ. വണ്ടിയാ? ഏയ് നിന്നെ തട്ടിക്കൊണ്ടുപോകാൻ തന്നെ. എന്നെ തട്ടിക്കൊണ്ടുപോയി എന്റെ അച്ഛൻ ഇടിക്കും. നിന്റെ അച്ഛൻ ഇടിച്ചാ നിന്റെ അച്ഛനെ ഞങ്ങൾ ഇടിച്ച് പപ്പടമാകും. പിന്നെ എന്റെ അച്ഛൻ ഭീകരനാ. ഭീകരൻ. വലിയ മൂമ്മ? അതെന്താ മൂമ്മ? ശരി, നമ്മുടെ ഭവാനി മൂമ്മയില്ലേ, അമ്മൂമ്മയുടെ ചേച്ചി, ചേച്ചി അമ്മൂമ്മ. ചേച്ചി ആ അമ്മൂമ്മയുടെ അമ്മൂമ്മ. അമ്മൂമ്മായി എന്താണ് അമ്മൂമ്മ യേശുവനെ, എന്തുണ്ട് വിശേഷമൊക്കെ? അമ്മൂമ്മ. കുഞ്ഞ് ഇത് ആരും മനസ്സിലായില്ല? അയ്യോ, ഇപ്പൊ മനസ്സിലായി. ലച്ചുവിന്റെ മോളല്ലേ? അതന്നെ അമ്മൂമ്മ. ലച്ചുവിനെ മര്യാദ പഠിപ്പിക്കുമല്ലോ കുഞ്ഞാ. അമ്മൂമ്മ അതൊഴിയ ഞാനൊന്ന് ഇരിക്കട്ടെ. പാറു ആരും വന്നേക്കണ നോക്ക. പാറു മക്കളെ, അമ്മൂമ്മ ആര് വന്നേക്കണ നോക്ക്. അമ്മൂമ്മ ഇത് നമ്മുടെ അളിയൻ എന്ന് വെച്ചാ നമ്മുടെ ലച്ചേച്ചിയുടെ ഭർത്താവ് സിദ്ധുളിയൻ. കല്യാണത്തിന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ അറിയാൻ മോനെ. പക്ഷെ പിന്നെ വർഷങ്ങളായില്ലേ കണ്ടിട്ട്. അമ്മൂമ്മയുടെ വലിയേച്ചി ചൊണ്ണടത്തല. ചോനത്തലല്ലേ അമ്മൂമ്മയുടെ വല്യേച്ചി? ഇപ്പോഴാളെ മനസ്സിലായത്. അന്ന് കണ്ടതല്ലേ? ഓക്കെ ഓക്കെ. അമ്മൂമ്മ ഭവാനി, ആരെ കാണിക്കാനാടി നീ ഇങ്ങനെ കരഞ്ഞ് അഭിനയിക്കണത്? അല്ലെ അറിയാഞ്ഞിട്ട് ചോദിക്കുക. ചേച്ചിയോ? ആരുടെ ചേച്ചി? അവരൊക്കെ എന്നേ മരിച്ചുപോയി. ഇത് ആ ചേച്ചിയുടെ ആത്മാവ്. അനിയത്തെ കാണാൻ വന്നു. ചേച്ചി അങ്ങനൊന്നും പറയല്ലേ. പിന്നെ എങ്ങനാ പറയണ്ടേ? ചേച്ചിയുടെ എങ്ങനെ ഇവിടെ എത്തിപ്പറ്റി? എങ്ങനെ എത്തിപ്പറ്റിയെന്നോ? നീ എത്തിപ്പറ്റുന്ന കഥ അറിയാഞ്ഞിട്ടാ അവർക്ക്. ദൂരയാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, കുടിക്കാൻ നല്ല തണുത്ത നാരങ്ങളോട് കേട്ടെ. കണ്ടോ മോന്റെ ഒരു സ്നേഹം. ഇത്ര നേരായി ഇവള് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണോ ചേച്ചി? എത്ര കാലം കുടിക്കേണ്ടതാ ചോദിച്ചിട്ടില്ല. அம்மா, உங்களுக்கு குடிக்கிறதுக்கு மோரும் வெள்ளம் வேணுமா, நாரங்க வெள்ளம் வேணுமா, என்ன வேணாலும் என்கிட்ட சொல்லுங்க, நான் உங்களுக்கு கொண்டு தரேன். നിങ്ങൾ ആരാ? എനിക്ക് ഇവരോട്ട് പറയണ ഒന്നും മനസ്സിലാവണില്ല മക്കളെ. അമ്മൂമ്മ, ഇത് ഞങ്ങളുടെ കനകാന്റി, മധുരൈ കനകം. വല്യേച്ചി, ഞാൻ ഫോൺ വിളിക്കുമ്പോ പറഞ്ഞിട്ടില്ലേ കനകം, മധുരയിലുള്ള കനകം. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു. ഇപ്പം സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടെന്ന്. ഓ, എന്നോട് എന്തു പറഞ്ഞു? ആര് പറഞ്ഞു? എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. വിളിച്ചു പറയാൻ ഞങ്ങളുടെ അമ്മൂമ്മക്ക് ഫോണില്ലല്ലോ. അമ്മൂമ്മ പുറകെ ആളെ കണ്ട അതാണ് ഗൗരിയമ്മായി, നമ്മുടെ അമ്മൂമ്മയുടെ മരുമോള്. ഞാൻ വല്യമ്മയുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, ഓർക്കണില്ലേ? ഓ, പെട്ടെന്ന് ഇടവും മനസ്സിലായില്ല. സുഖാണോ?
എനിക്ക് സുഖമാണ്. നമ്മുടെ ശിവാനി മോൾ എവിടെയാ? ശിവാനി ചെന്നൈ പഠിക്കുവാ ചേച്ചി, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നീ മിണ്ടരുത്. നിന്നോട് ഞാൻ ചോദിച്ചോ ശിവാനിയുടെ മോളെ? ശിവാനി ചെന്നൈയിലെ അമ്മേ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞു. നീ മിണ്ടരുത്. അതാ അമ്മ വല്യമ്മ സംഭവേ നമ്മള് ഇടക്കിടക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാര്യമൊക്കെ പറയും. അങ്ങനെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ പറയും നമ്മൾ ചോരണത്തലേ പോണം അല്ലേ, ചോരണത്തലേ പോണം എന്ന് പറയും. അപ്പൊ അമ്മൂമ്മയും പറയും പിന്നെ ചോരണത്തലേ പോണം, വെള്ളിയാഴ്ച കാണണം എന്നൊക്കെ അല്ലേ അമ്മൂമ്മ? അതെ അതെ അതെ. പിന്നെ നമ്മള് അമ്മൂമ്മ ഇങ്ങനെ ഇരുന്ന് പഴയ കഥയൊക്കെ പറയുമ്പോഴും പറയും ചോരണത്തലേ പോണം, വെള്ളിയാഴ്ച കാണണം, വെള്ളിയാഴ്ച കാണണം, വെള്ളിയാഴ്ച കാണണമെന്ന്. പിന്നെ ഭയങ്കര സ്നേഹമാ അളിയാ. കേട്ടിട്. ആ വല്യമ്മ ലച്ചൂസ് എപ്പോഴും എന്റെ അടുത്ത് പറയും ചോനർത്തല തറവാട്ടി പോണോന്ന്. പക്ഷെ അമ്മമ്മയ്ക്ക് എന്തോ ഒരു താല്പര്യമില്ലാത്ത പോലെ. ഓക്കെ പറയുമെങ്കിലും എന്തോ ഒരു താല്പര്യമില്ലാത്ത പോലെ ഫീൽ ചെയ്യണേ. അതങ്ങനെയല്ലേ വരുള്ളൂ. எனக்கும் அப்படிதான் சோனர்த்தல போனோம்னு ரொம்ப ஆசை. ஆனா இது வரைக்கும் நடந்ததில்ல. ഞാൻ അമ്മ എത്ര തവണ ചിറയൻകീഴ് വരാൻ വിളിച്ചെന്നറിയോ? അമ്മ വരൂല. എന്തായാലും വല്യമ്മയെ കാണാൻ അമ്മ വന്നില്ല, പക്ഷെ അമ്മയെ കാണാൻ വല്യമ്മ വന്നല്ലോ. അതാണ് വല്യമ്മ. അമ്മയ്ക്ക് സന്തോഷായ അമ്മ? വല്യേച്ചി ഓർക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. ഞാനിവിടെ പിള്ളേരോട് എപ്പോഴും പറയും വരണമെന്ന് വിചാരിക്കും, പക്ഷെ വരും നടക്കാറില്ല. എന്നാലും ഈ വയ്യാതിരിക്കുമ്പോഴും ചേച്ചിക്ക് എന്നെ വന്ന് കാണാൻ തോന്നിയതല്ല, എന്നിട്ടും എനിക്ക് അങ്ങോട്ടൊന്ന് വരാൻ തോന്നിയില്ല. എന്റെ തെറ്റാ. ഭവാനി എന്തോ പിള്ളേരെല്ലാം ചാടി കടിക്കണോ? എന്റെ സ്വഭാവം നിനക്കറിയാലോ, ശരിയാക്കി കളയും ഞാൻ. ചേച്ചി